ഇവിടെന്താ വേറെ ഷൂട്ടിംഗ്? ഇത് ചിലപ്പോ ജോഷ് സാറിന്റെ പടമൊക്കെയുള്ളൂ. ആൻഡ്രോ ജോസഫ് പ്രൊഡക്ഷൻസ് ഗുരു. ഇതെന്താ പ്രശ്നം? വണ്ടി ഇങ്ങോട്ട് തിരിയണത്? ഇത് കോളേജല്ലേ? അതെ, തേവര കോളേജ്. ഇവിടെയാ ലൊക്കേഷൻ. നിന്നോട് ആര് പറഞ്ഞു? പ്രൊഡക്ഷൻ മാനേജർ. എന്നിട്ട് അതെന്താ നീ എന്നോട് പറയാഞ്ഞേ? അതിനെന്നോട് ചോദിച്ചാ. സീമാറിന്ന തോന്നണേ. തള്ളമാർക്കും തന്നമാർക്കൊക്കെ ഇന്നത്തെ കൂലി കെട്ടവണ ലക്ഷണമുണ്ട്. എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള കോളേജ് കുമാരന്മാരും കുമാരിമാരൊക്കെയാണെന്നാണ് ഇറങ്ങിയ. ഒരു ചായ നീ എന്താ ഇറങ്ങാത്തെ? ഞാനില്ല, ഇത് രാജി പഠിക്കണ കോളേജാ. ഇവിടെ വായി നോക്കി നിൽക്കാനാണോടാ ഈ പേടകത്തിൽ കയറി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? കാലത്തെ തന്നെ ഈ എബ്രഹാം ലിങ്കനെ മൂഡ് ഔട്ട് ആക്കാതെ ഫ്രെയിമിൽ കയറി വായി നോക്കടാ. അതല്ല ലിംഗ സാറേ, സാർ ഇന്നലെ പറഞ്ഞത് ആശുപത്രിയിലെ വിഷമത്തെ ദുരിതത്തിന്റെ കണ്ടിന്യൂറ്റി ആണെന്നല്ലേ? എന്നാ ആ കണ്ടിന്യൂറ്റി മാറി കോളേജിൽ വില്ലന്റെ ഇൻട്രഡക്ഷൻ ആക്കി. എന്താ നിന്നെ പോലെ കൂലിക്ക് ഞണ്ണാൻ വരുന്ന ഊച്ചാളികളോട് ഇതൊക്കെ നേരത്തെ ചാർട്ട് ചെയ്ത് ബോധിപ്പിച്ചാലേ നീയൊക്കെ പണിയെടുക്കൂ. പോട ഞാഞ്ഞോള് കവള. എന്ത് എടാ, ആളെ ഒരുമാതിരി ആക്കി സംസാരിച്ചാലുണ്ടല്ലോ കെട്ടിക്കും ഞാൻ. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എബ്രഹാം ലിംഗം വിചാരിച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ 10,000 വേറെ വരും. ഹായ് നിമ്മി. ഹായ് ദിവ്യ. ഹായ്. കുരുത്തം കെട്ട തള്ളേ, നിങ്ങളോട് ഞാൻ ഹായ് പറഞ്ഞോ? എന്താടോ ഇത്? ഇവിടെയാണ് ഷൂട്ടിംഗ് നടക്കണേ. അവിടെയല്ലേ? വേഗം ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ വാട വാട വാട. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. വാട 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 വാട. രമേശ, ഈ കുട്ടി കൊള്ളാം. ഇവിടെ ഹീറോയിന്റെ കൂടെ നിർത്തി. മഞ്ചേരി ആരാണെന്നേ അവനൊന്നും അറിയില്ല മോളെ. പാവപ്പെട്ട കുട്ടികളുടെ മാനത്തിന് വില പറയാൻ ഇനി അവനെങ്ങാനും മസ്ലിം പിരിപ്പിച്ച് വന്നാൽ പെണ്ണിന്റെ അന്തസ് എന്താണെന്ന് ഞാൻ അറിയിച്ചു കൊടുക്കും അവന്. ആരാ കൂട്ടത്തിൽ കിളവൻ കോളേജ് നിന്നെ കണ്ട ഏജ് ഫീൽ ചെയ്യുന്നുണ്ട്. അയാളല്ല, താൻ തന്നെ. വരേ ഷർട്ട് എനിക്ക് പ്രായം കുറവാണ് സാർ. ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കാം സാർ. ഒന്ന് മാറ്റി നിർത്തണോ അയാളെ? തന്നോടല്ല മാറിക്കാൻ പറഞ്ഞേ. ഞാൻ ചുള്ളാൻ സാർ, ചെറുപ്പക്കാരൻ സാർ. അത് വയറ് കണ്ടാ പറയത്തില്ലല്ലോ. വയറ് പൊട്ടിച്ചല്ല. വയറകത്തേക്ക് പിടിച്ചോ ബാക്ക് പുറത്തേക്ക് തള്ളിയില്ലേ? ഈ വയറകത്തേക്ക് പിടിക്കുമ്പോ ബാക്ക് പുറത്തേക്ക് തള്ളുന്ന ഒരു രോഗമാണ്. അതിനുള്ള ചികിത്സ ഞാൻ ബാക്കിൽ തരാം. ബാക്കിൽ എവിടെയെങ്കിലും പോയി പാസിങ്ങിന് നിൽക്കണോ? ഞാൻ എവിടെ വേറെ നിന്നോളാം. പക്ഷേ സിനിമന്റെ ചോറ അത് ഞാൻ ഉണ്ടേ പോകൂ. ഞാനിവിടെ വെയിറ്റ് കുറെ നേരമായല്ലോ കുട്ടി ഫ്രെയിമിൽ നിന്ന് വിളിച്ചു കളിക്കുന്നു. ഞാൻ തന്നോട് പറഞ്ഞല്ലേ ഹീറോയിന്റെ കൂടെ ആർട്ടിസ്റ്റ് നിർത്തിയാൽ മതിയെന്ന്. കണ്ട ജൂനിയർ ആർട്ടിസ്റ്റിനെ വിളിച്ചു നിർത്തി ഫിലിം കളയാനായിട്ട്. ഒന്ന് നേരെ നിൽക്കാൻ പറയൂ. വാടി, ഇവളുടെ ഒരു കാര്യം. രാജി നിൽക്കടി, കുറച്ചേരം കൂടി കാണാടി. നല്ല രസമുണ്ട്. എനിക്ക് വലിയ രസം തോന്നുന്നു. എന്താ പെട്ടെന്ന് ഡള്ളായത്? ഒന്നും. രാജി ഇവിടെ വന്നപ്പോഴാ അറിഞ്ഞത് മോളുടെ കോളേജിലെ ഷൂട്ടിംഗ്. ഞാൻ പോവാൻ പോയതാ, പക്ഷെ പറ്റിയില്ല. എത്രയായാലും ഇത് ജോലിയായി പോയില്ലേ. മോൾക്ക് വിഷമായില്ലേ? സോറി. ഇതാണോ നിന്റെ കൊസ്രാക്കൊള്ളി ഗ്യാങ്? ചേച്ചിയെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി താടി. ആരാ അത്? രാജയുടെ ചേച്ചിയാ? അത് ചേച്ചിയാ, വകയിലൊരു ചേച്ചി. ഇവിടെ വന്ന് വായി നോക്കി നിൽക്കുക. പോയി ഹീറോയിനെ പിന്നെ ചെന്ന് നിൽക്ക്. രമേശിന് അവിടെ പോയി കിടക്കാം. ചോറ് ശരിക്കിട്ടോ. കുറച്ച് സാമ്പാർ. എടാ ചന്ദ്ര, നീ അല്ലേ ഇപ്പൊ ക്യൂന്ന് വാങ്ങിപ്പോയത്? ചേട്ടാ, ഒരിക്കൽ കണ്ട സിനിമ പിന്നെയും കാണാൻ പോകുമ്പോ പിന്നെയും ക്യൂവിൽ നിൽക്കണം. അതാണൊരു മര്യാദ. ഒന്നും ആയല്ലോ ചേട്ടാ. ഊറ്റി പിടി കൂടി ബാറ്റ് ഒന്നും കുറയില്ലേട്ടാ. വിളിക്കാം. ഹൈ, നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങൾക്ക് ടോക്കൺ ഇല്ല. കോളേജ് രംഗമല്ലേ. അവിടെ കുറെ പാവങ്ങള് പ്രായം കൂടിയതിന്റെ പേരിൽ അന്നം കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു സെക്കൻഡ് ടേക്ക്. പ്രായം കൂടി ഒറ്റ കാരണം കൊണ്ട് എന്നെ കഴുത്തെ പിടിച്ച് പുറത്തുള്ള നീ കണ്ടല്ലേ? ഞാനൊന്ന് രണ്ടാമത്തെ അടിച്ചോണ്ടിരിക്കുക. എന്താ സിനിമയിൽ കയ്യൊക്കെയുള്ള കാര്യക്കാരൻ. നാളെ ഷൂട്ടിംഗ് ഏതെങ്കിലും വൃദ്ധസാധനാണെങ്കിലേ നമ്മൾ ഒരേപോലെ കയ്യും കെട്ടി നിൽക്കണം. അതിനെന്താ, അവിടെയും ഇവിടെയും നിനക്കൊക്കെ അല്ലേ? കൊയ്രോളാ എടി, വലിയ വലിയ സിനിമാ നടികളൊക്കെ സ്ലിം ബ്യൂട്ടി ആവാൻ വേണ്ടി പട്ടിണി കിടക്കണത് നീ ഗണത്തിൽപ്പെടില്ലല്ലോ അല്ലേ? എങ്കിൽ പിടി. എനിക്ക് വേണ്ട. പോട്ടടി, അവള് കുട്ടിയല്ലേ. ഞാനും കണ്ടു രാജ്യം മോമ്പീർപ്പിച്ച് പോണത്. ഞാൻ പറഞ്ഞതല്ലേ ഞാനില്ലാന്ന്. എടി, അവൾ എന്തിനാ കോളേജിൽ വരണത്? പഠിക്കാൻ. നീ എന്തിനാ കോളേജിൽ വന്നത്? അവളെ പഠിപ്പിക്കാൻ, ചില്ലാനുണ്ടാക്കാൻ. ആ കഷ്ടപ്പാട് മനസ്സിലാക്കാനുള്ള വിവരം നിന്റെ അനിയത്തിക്കില്ലെന്ന് കരുതിയാ മതി. അവക്കത് നാണക്കേടായിട്ട് തോന്നിണ്ടാവും. പാവം കുട്ടി, നിനക്കതിന് ഫീൽ ചെയ്തു. നീയും പാവം ത്യാഗി. ഇതൊരു MT സാറിന്റെ സ്ക്രിപ്റ്റിലെ സീനായിട്ട് കണ്ടാ മതി. വിട്. വിടറി, ഇത് വിടറി. എന്നാലും ഞാൻ അവൾക്ക് ഒരു വകയിലെ ചേച്ചിയായി പോയില്ലേ. എനിക്കത് സഹിക്കാൻ പറ്റണില്ല കുട്ടേട്ടാ. അത് ശരി. കട്ടപ്പാറ പഴിപ്പിച്ച് ചങ്കി കുത്തിയാലും പൊള്ളാത്ത ആൾക്ക് ഒരു മുട്ടുസൂചി പഴിപ്പിച്ച് കുത്തിയപ്പോ പൊള്ളേ.
ഉള്ള നേരത്ത് വല്ല തമാശയും പറഞ്ഞുകൊണ്ടിരുന്ന ആയുസ് നീട്ടി കിട്ടുന്ന ഏതൊരു സിനിമാടി പറഞ്ഞിട്ടുണ്ടല്ലോ. ആരാണത്? ആരുമില്ല, ഞാനാ പറഞ്ഞു. എന്തേനു എന്നാ ഞാനിത് അങ്ങോട്ട് പിടിച്ചേ, എന്നിട്ട് മുഴുവൻ വെട്ടി വിഴുങ്ങി. എനിക്ക് സ്ലിം ബൂട്ടികൾ അത്ര ഇഷ്ടമല്ല. എന്റെ നായക്ക് കുറച്ച് തടിയൊക്കെ വേണം. കഴിച്ചേടാ. എക്സ്ക്യൂസ് മീ, ജൂനിയർ ഡിസപ്ലൈർ മിസ്റ്റർ ആനന്ദക്കുട്ടൻ. എന്തേനു? കളപ്പുരക്കൽ രാഘവമേനോൻ മകൻ ആനന്ദക്കുട്ടനല്ലേ? അല്ല, ഒന്ന് കൺഫേം ചെയ്താ. ഞാൻ സുബൈർ. ഐ ആം ഫ്രം ഗ്ലോബൽ ഇന്ത്യ ട്രാവൽസ്. ഞാൻ അതിന്റെ റീജിയണൽ മാനേജറാണ്. നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ജർമ്മനിയിലുണ്ടോ? അങ്ങനെ ചോദിച്ചാ അമ്മ പണ്ട് അച്ഛനായിട്ട് പിണങ്ങിട്ട് നേരെ ജർമ്മനിലേക്കാ പോയത്. അവിടെ നേഴ്സാണെന്നാ കേട്ട് കേൾവി. അവര് 3 മാസം മുമ്പ് അവിടെ വെച്ച് മരിച്ചു. അത് ശരി. അപ്പൊ അതും തീരുമാനമായി. എന്ത്? അല്ല, പറഞ്ഞു മറിയുകയും ചെയ്യാതെ അതും തീർന്നു കിട്ടി. ഐ ആം സോറി. ആ വിവരം ഞാൻ അറിഞ്ഞു കാണുന്നു വിചാരിച്ചു. അത് പോട്ടെ സാറേ, അറിഞ്ഞാലും അറിഞ്ഞില്ലേക്ക് ഒരേപോലെ തന്നെ. അതിലൊരു ബ്രദറിന്റെ കാര്യം അറിയാമോ? ബ്രദറാണോ സിസ്റ്റർ ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇവിടുന്ന് പോകുമ്പോ അമ്മ ഗർഭിണിയായിരുന്നു എന്നാ കേട്ടത്. ഇതൊക്കെ എനിക്ക് 3-4 വയസ്സുള്ളപ്പോ നടന്ന കഥകളാ. അതുകൊണ്ട് തന്നെ ഫ്ലാഷ് ബാക്ക് മൊത്തം എനിക്കൊരു കേട്ടുകേൾവിയാ. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് അവിടെ ഒരു ബ്രദർ ഉണ്ട്, ആകാശ് മേനോൻ. ആര്? ആകാശ് മേനോൻ. അയാൾ നാട്ടിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക്. അമ്മ ജർമ്മനിയിൽ സെറ്റിൽ ചെയ്തോണ്ടാവും അയാളുടെ പാസ്പോർട്ട് ജർമ്മൻ സിറ്റിസന്റേതാ. അയാൾ ഇതിനു മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുമില്ല. അതുകൊണ്ട് ചേട്ടൻ എന്ന നിലയ്ക്ക് അയാളെ സ്വീകരിക്കാൻ താല്പര്യം ഉണ്ടോന്നും ഉണ്ടെങ്കിൽ താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയിക്കാനും പറഞ്ഞ് ഞങ്ങളുടെ ജർമ്മനിയിലുള്ള ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഫാക്സ് വന്നിരുന്നു. അല്ല, ആ കക്ഷി ഇപ്പോ ഇവിടേക്ക് എന്തിനാ വരുന്നത്? അതൊന്നും എനിക്കറിയില്ല. താങ്കൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോന്ന് അറിയാനേ ഫാക്സിലുള്ളൂ. ആലോചിച്ചിട്ട് ആ വിവരം എന്റെ ഓഫീസിലൊന്ന് അറിയിക്കണം. അല്ലെങ്കിൽ എന്റെ മൊബൈലിൽ വിളിച്ചാൽ മതി. ശരി. ഇതിലെന്താ ഇത്ര ആലോചിക്കാൻ? എടാ, സ്പോട്ടിൽ തന്നെ ആളോട് പറയണ്ടേ ഐ ആം റെഡി. അതിന് ഞാൻ നിന്നെ പോലെ വിഡ്ഢി കുഷ്മാണ്ടല്ലോ. എടാ, ഇങ്ങനെ ഒരാള് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇത്രയും കാലം ഈ അമ്മയമ്മന് ഓർത്തില്ലല്ലോ. ഒരു ചില്ലിക്കാശിന്റെ ഗുണം എനിക്കുണ്ടായിട്ടില്ല. ഇപ്പൊ അമ്മ മരിച്ചപ്പോ ഈ അനിയ സാഹിബിന് പെട്ടെന്ന് ഇങ്ങനെ ചേട്ടനോട് സ്നേഹം തോന്നാൻ എന്താ കാരണം? അതൊക്കെ അറിഞ്ഞിട്ട് മതി സ്വീകരിക്കണോ വേണ്ടേന്ന്. അപ്പൊ നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിക്കുഷ്മാണ്ടം. എടാ, നീ ഇപ്പൊ പറഞ്ഞില്ലേ ചില്ലിക്കാശിന്റെ ഗുണം ഉണ്ടായിട്ടില്ലെന്ന്? ആ ഡയലോഗ് അവൻ അവിടെ കിട്ടി, നിന്റെ അനിയൻ സാഹിബിന്. ഈ രക്തബന്ധങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഒരു ടെലിഗ്രാം പ്രോഗ്രാം പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിന് പേരെന്താ? ഈ എലിപ്പനി എന്നൊക്കെ പറയുന്ന പോലെ. എന്താ അലോപ്പതികളാവട്ടെ, അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ അവൻ തീരുമാനിച്ചു ഇത്രയും കാലം തെണ്ടിത്തിരിഞ്ഞ് നടന്ന ഈ ഇന്ത്യൻ ചേട്ടനെ ജർമ്മൻ ഡോളർ കൊടുത്ത് പണക്കാരനാക്കാമെന്ന്. അതല്ലെങ്കിൽ ഇതേ ജർമ്മനിൽ നിന്ന് ഫ്ലൈറ്റ് കയറി എത്ര പേര് നമ്മുടെ മഹാരാജ്യത്തേക്ക് വരുന്നു. അവരൊക്കെ അവിടുത്തെ ഓഫീസിൽ നിന്ന് ഇവിടുത്തെ ഓഫീസിലേക്ക് ഫാക്സ് ചെയ്തിട്ടാ വരിക. ഏത് പച്ചക്കറി ഫ്ലൈറ്റ് കയറിയിരുന്നാലും അവര് ഇവിടെ കൊണ്ട് തട്ടും. അവനെ പറ്റി അയാളെന്ത് പറഞ്ഞല്ലോ, ഒരു വാച്ചിന്റെ പേര് വെച്ചിട്ട് ജർമ്മൻ സിറ്റിസൺ. അതാണ് മോനെ നിന്റെ അനിയൻ. ഈ ജർമ്മൻ സിറ്റിസൺ എന്നൊക്കെ പറഞ്ഞ ഈ കൊച്ചി മേയർ എന്നൊക്കെ പറയും പോലെ ഭയങ്കര സംഭവം. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. നിമിത്തവും എലിപ്പനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ നന്നാവണ ലക്ഷണമാണല്ലോ കാണുന്നത്. ആ സ്ഥിതിക്ക് അവനെ സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. അങ്ങനെ വെറുതെ സ്വീകരിച്ച പോരാ, അവന് വേണ്ടി നമുക്കൊരു കൊച്ചു ജർമ്മനി തന്നെ ഒരുക്കണം. ഏത് തറവാട്ടിൽ നിന്നാണാവോ ഫണ്ട്? എടാ, വരുന്നത് കാശ, അപ്പൊ കുറച്ച് പലിശ എടുത്താലും കുഴപ്പമില്ല. എടാ, അവൻ ഇവിടെ ലാൻഡ് ചെയ്താ പിന്നെ നീ ആരാ? നീ മറ്റൊരാളാ. പിന്നെ ഞാനാരാ? അതെന്താ കൊയിരാളാ? എടാ, അതല്ല, അവൻ വന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ നിന്റെ പേര് ആനന്ദക്കുട്ടൻ എന്നല്ല, ആനന്ദരാജാവ് കുട്ടൻ വലിയ കോയിക്കൽ വർമ്മ പിഷാരടി തമ്പുരാനം ഭ്രാന്തി. എന്തോ വലിയ തെറി കേട്ട പോലെ. ഷൂട്ടിംഗ് നടക്കുന്നത് അവിടെയാ. ഇവിടെ വായി നോക്കി നിന്നാലേ വൈകുന്നേരം കാശിന് വരുമ്പോ എന്റെ വായിരിക്കുന്ന പുളിച്ച തെറി കേട്ട് വായി നോക്കി നിൽക്കേണ്ടി വരും. ഹായ് നിമ്മി. ഇവിടെ വായും പൊളിച്ച് നിൽക്കാതെ അവിടെ ചെന്ന് രാജാവിന്റെ രാജാവുമാരുടെ പുറകിൽ കുന്തം പിടിച്ച് വായും പൊളിച്ച് നിൽക്കണോ? ഭരിക്കാൻ വരല്ലേ? എന്ത് ഭരിക്കാൻ വരില്ലെന്ന്? പോടർക്കാൻ ഭരിക്കാൻ വന്നാ നീ എന്ത് ചെയ്യൂടാ തെണ്ടി? വായിലെ പല്ലടിച്ച് നിർത്തണം. ഉദാഹരണം കണ്ട ചെവിട്ടില് ആന്റിനെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന തെണ്ടി. നീ ആരടാ? സാറ്റലൈറ്റാ? ഒറ്റ ചവിട്ടിന് ഞാൻ നിന്റെ ഡിഷ് പുറത്തെടുത്ത് ഇന്നത്തോടെ നിർത്തുന്ന നിന്റെ സംപ്രേഷണം. പന്നി. നീ എബ്രാലിംഗിനാണ്, ഞാൻ ബുഷറാ. പ്രൊഡക്ഷൻ കൺട്രോളറെ, നീ ഞങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? കൂലിക്ക് ഞണ്ണാൻ വന്ന ഊച്ചാല് കിടന്നല്ലേ എന്ന് കേട്ടോടാ. നാളെ ഞങ്ങൾ ഞണ്ണ നിർത്തി. നിന്റെ മൂക്ക് കൊണ്ട് ഞാൻ എന്ന് പാറപ്പുറത്ത് എഴുതിക്കൂടാ. അതിനുവേണ്ടി ജർമ്മനിയിൽ നിന്ന് പണമായിട്ട് വരുന്ന എന്റെ അനിയനെ കൊന്നിട്ടാണെങ്കിലും ശരി ഞാൻ പണം പ്രൊഡ്യൂസ് ചെയ്യൂടാ. എന്നിട്ട് ആ പടത്തിന്റെ പേര് ജൂനിയർ ആർട്ടിസ്റ്റാണ് താരം എന്നിടൂടാ. കേട്ടോടാ ലിംഗോദര. ഇനി ഞാൻ ഡയലോഗ് പറഞ്ഞ നീ കരഞ്ഞു. അതുകൊണ്ട് ഈ കുന്തോർത്ത് നിന്റെ അണ്ണാക്കി കുത്തി കെറ്റി ഈ കിരീടം എടുത്ത് വെച്ചിട്ട് രാജാവിന്റെ വായി നോക്കിക്കടാ പന്നി. വാടാ.
ഉസ്മാനെ ഒന്ന് നീട്ടി ഹോണടിക്കണം. എന്റെ ഈശ്വര, എന്നെ കൊണ്ട് വയ്യ. ഇത്രയും പെട്ടെന്ന് കാർ മേടിച്ചോ? കാറ് മാത്രമല്ല കൂൾഗ്ലാസ് വാങ്ങിച്ചു, കണ്ടില്ലേ? ഇത് റെന്റക്കാരാ. മാസവാടകയ്ക്ക് നമ്മുടെ ഉസ്മാന്റെ കെയർ ഓഫ്. കുട്ടം മുതലാളിക്ക് ഇനി എന്തിനാ ഒരു കെയർ ഓഫ്? ഇത്രയും കാലം നീ കൊണ്ട വെയിൽ നിന്നൊക്കെ ഇനിയുള്ള കാലം ഈശ്വരൻ നിനക്ക് തരുന്ന തണലാടാവൻ. അത് കാശിന്റെ രൂപത്തിലായാലും സ്നേഹത്തിന്റെ രൂപത്തിലായാലും. അച്ഛന്റെ നാക്ക് പൊന്നാവട്ടെ. എന്നിട്ട് വേണം അച്ഛന്റെ ഓപ്പറേഷൻ നടത്താൻ. നട്ടലിന്റെ ഓപ്പറേഷൻ. അച്ഛൻ തുള്ളിച്ചാടി നടക്കുന്ന കാണാനുള്ള കൊതി കൊണ്ട് പറഞ്ഞു പോയതാ. എടി, ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. എന്തേ ട്രാവൽസ് പോയിട്ട്? ആ, എന്റെ പുന്നാരനിയ ഇന്നിങ്ങോട്ട് പോന്നൂടി. ഈ ഏട്ടനിവിടെ മല പോലെ കാത്തുകണ്ടെന്ന് അങ്ങോട്ട് എഴുതി കൊടുത്തു. വിതിൻ ഡേയ്സ് ആശാനോട് പറഞ്ഞത്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. വീട് നമ്മുടെ ഈ തറ സെറ്റപ്പിൽ കണ്ടവന്റെ അപ്സ്റ്റേറിന്റെ മുകളിൽ അദ്ദേഹത്തെ കിടത്തി ഉറക്കിയാൽ വന്ന പ്ലെയിനിന്റെ അദ്ദേഹം തിരിച്ചു പോകും. അതുകൊണ്ട് മിനിമം ഒരു AC റൂമും ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഉള്ള വീട് തന്നെ ഏമാത്രം. യൂറോപ്യൻ ക്ലോസറ്റ് എന്തിനി? യൂറോപ്പിൽ നിന്ന് വരുന്നവൻ പിന്നെ എവിടെ പോയിരിക്കൂടാ? പക്ഷെ നമ്മുടെ നല്ല സമയമായതുകൊണ്ട് ഒരു വീട് ഉഗ്രന് ഒത്തുവന്നുണ്ട്. അത് 5 മാസത്തേക്ക്. പക്ഷെ പകുതിയായിട്ട് 25,000 കൊടുക്കേണ്ടി വരും. ബാക്കിയുള്ള സെറ്റപ്പ് ഒക്കെ ഒപ്പിക്കാൻ ഞാനൊരു 10,000 രൂപ നമ്മുടെ കളക്ടറേറ്റിലെ രാമേഷേട്ടനോട് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സംഖ്യ എന്റെ കൊയിരാളക്കുട്ടി വിചാരിച്ചാലേ സാധിക്കൂ. ഞാനോ? നീ മാറിയേ. നീ പറഞ്ഞ അവൾക്ക് വിശ്വാസമില്ല. എന്റെ എനിക്കൊരു ഇമേജ് ഉള്ള ഇമേജ് ഓഞ്ഞ കുളിനാസ് വെച്ചപ്പോ തന്നെ പോയി. വന്നേ, കുറച്ചേരാ പുഴയിലേക്ക് നോക്കിന്നോ. ഞാനാ കാറി കയറി അച്ഛൻ്റെ അടുത്തിരുന്നോ. നീ ഇങ്ങോട്ട് വന്നേന്ന്. കഴിക്കാൻ ഗുളികളിരിപ്പുണ്ടോ? വിശന്നിട്ട് കണ്ണാണം പോയി നീ കാലത്തിറങ്ങിയല്ലേ? നമ്മുടെ സരസുവിന്റെ കഴുത്തിൽ ഒരു 5-6 സ്വർണ്ണമാലയില്ലേടി? അത് മൊത്തത്തിൽ വേണ്ട. അതിന്ന് കയറ് പിരിമാല മാത്രം മതി നമുക്ക് ഈ വീട് സ്വന്തമാക്കാൻ. നീ വിചാരിച്ചല്ലേ നടക്കും? നല്ല അടുപ്പെന്ന് കൂട്ടട്ടൻ അറിഞ്ഞൂടെ? ഒരൊറ്റ ആഴ്ച. അതല്ലേ വേണ്ട, 7 ദിവസം. അത് നമുക്ക് തിരിച്ചു കൊടുക്കാടി. ആ ജർമ്മൻ പൗരം വന്നിറങ്ങുമ്പോ തന്നെ മാല പണയത്തിലാണേ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനുള്ളൊരു സമയം മാത്രം മതി. അതെന്റെ മോള് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ മാനം കെടും. നമ്മൾ ഇന്ത്യക്കാര് മാനം കെടും. എനിക്കത്ര പറയാനുള്ളൂ. അപ്പൊ എല്ലാം മോളെ ഏറ്റു. ഉസ്മാനെ വണ്ടി